രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് കൈരളി ന്യൂസിന്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ക്രൂര ലൈംഗിക പീഡനം നടന്നെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും എഫ്ഐആറിൽ. ഫെനി നൈനാനാണ് പെൺകുട്ടിയെ രാഹുലിന്റെ അടുത്ത് കൊണ്ടുവിട്ടതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഇതാ ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്ന കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, തീർച്ചയായും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ പീഡന കേസ് കഴിഞ്ഞ ദിവസമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടി ഈ മാസം 2-ാം തീയതി ഡിസംബർ 2-നാണ് KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമായി പരാതി അയച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് കാണിച്ചു തന്നെയാണ് ആ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷൻ ആ പരാതി DGPക്ക് കൈമാറിയത്. DGP കഴിഞ്ഞ ദിവസം ആ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. നിലവിൽ അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അത് പരിശോധിക്കുകയും അതിൽ കേസ് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു അനുമാനത്തിലേക്ക് എത്തുകയും അതേ തുടർന്നാണ് വൈകുന്നേരത്തോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കിയുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിൽ ബലാത്സംഗം തന്നെയാണ് ഇതിൽ പ്രധാനമായും കുറ്റം വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. ഈ FIRൽ തന്നെ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്ന ഈ FIRൽ പറയുന്നത് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം നടന്നു എന്നുള്ള കാര്യം തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്രൂരമായുള്ള ലൈംഗിക പീഡനത്തിനൊപ്പം തന്നെ വലിയ തോതിൽ ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും രാഹുൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ FIRൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ രാഹുലിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് അത് ഫെനി നൈനാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫെനി നൈനാൻ രാഹുലിൻ്റെ സുഹൃത്തും അടൂർ സ്വദേശിയുമൊക്കെയാണ്. അപ്പോൾ ആ ഫെനി നൈനാനാണ് ഈ പെൺകുട്ടിയെ രാഹുലിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യവും ഈ FIRൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ഈ കേസിൻ്റെ ചുമതല വഹിക്കുന്നത് DYSP സജീവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതുമായിരിക്കും. ശ്രീനിധി, തീർച്ചയായും ഷീജ, ഓരോ ദിവസം കഴിയുന്തോറും തികച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്നിതാ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ 7-ാം ദിവസം കടക്കുമ്പോഴും രാഹുൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് രണ്ടാമത്തെ കേസിലും ഇപ്പോൾ FIR കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ FIRൽ പറയുന്നതും തികച്ചും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മാത്രമല്ല, നേരത്തെയുള്ള ശബ്ദ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളൊക്കെ നമ്മളെല്ലാവരും ഞെട്ടിയ കാര്യമാണ് ഓരോ ദിവസം പുറത്തു വരുന്നതും. അതുതന്നെ അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നിതാ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIRലും പറയുന്നത്. ഷീജ, തീർച്ചയായും അതായത് ആദ്യ കേസ്, അതായത് അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിന്റെ FIR വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. കാരണം പുറത്തു വന്നതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ക്രിമിനൽ ചിന്താഗതിയും ക്രിമിനൽ പ്രവർത്തികളും നീണ്ടിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ FIRൽ നിന്നും വ്യക്തമായിരുന്നത്. ഈ പുതിയ FIR, അതായത് രണ്ടാമത്തെ കേസും സമാനമായ കുറ്റത്തിന് തന്നെ, അതായത് ബലാത്സംഗ കുറ്റത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിലും പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. കാരണം അതിൽ എടുത്തു പറയുന്നു, ഈ വിവാഹ വാഗ്ദാനം നൽകി, ആദ്യ കേസിൽ അതിജീവിതയുടെ കേസിലും അത് തന്നെയായിരുന്നു, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തുക. അതാണ് രാഹുൽ ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത്. അത് ഈ FIRലും വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗിക പീഡനം നടത്തി എന്നതിനൊപ്പം തന്നെ വലിയ തോതിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു. ആ രീതിയിൽ ആ ദേഹോപദ്രവം ഏൽപ്പിച്ച് ആ കുട്ടി മോശം ആരോഗ്യാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം തന്നെയാണ് FIRൽ നിന്നും വ്യക്തമാകുന്നത്. അത്രത്തോളം ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവരുടെ പരാതികളിൽ നിന്നും ഇപ്പോൾ FIRൽ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നതിലൂടെയും വ്യക്തമാകുന്നത്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ രണ്ട് കേസുകൾ നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ
അപേക്ഷയിന്മേലുള്ള വാദം ഇന്നും തിരുവനന്തപുരത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയും ശക്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇവയായിരുന്നു. അതായത് ബലാത്സംഗം നടന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്നുള്ള കാര്യവും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇതിൽ തുടർ നടപടി ഉണ്ടാകേണ്ടത്. ഒരു തരത്തിലും മുൻകൂർ ജാമ്യം നൽകരുത്. നൽകിയാൽ ഈ പ്രതിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും വാദിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് കോടതി ചേരുമ്പോൾ ഈ കേസ് പരിഗണിക്കുന്നതായിരിക്കും. അതിൽ വാദം പൂർത്തിയാക്കി ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ശ്രീനിധി. തീർച്ചയായും ഷീജ, അതോടൊപ്പം തന്നെ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഒരു വനിതാ നേതാവിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. രാഹുലിന് നേരത്തെയും ഇത്തരത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള സമീപനം നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഷാഫി പറമ്പിലിനെ നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിന് ഇത്തരത്തിലുള്ള വൈകൃതമായ ഒരു സ്വഭാവം ഷാഫി പറമ്പിലിനും നേരത്തെ അറിയാമായിരുന്നു എന്നതാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ രാഹുലിനെതിരെയുള്ള കുറ്റങ്ങൾ, പരാതികൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഷീജ. തീർച്ചയായും. അതായത് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാക്കളാകട്ടെ, അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവങ്ങൾ, സമാനമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ ആരും തന്നെ പരാതിയുമായി പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിൽ ചിലരൊക്കെ പാർട്ടി നേതൃത്വത്തെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്നത് പോലെ തന്നെ ഷാഫിയോട് ചിലർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. മുതിർന്ന നേതാക്കൾ എല്ലാവരും, അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചെയ്തിരുന്നതെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു. അത് തന്നെയാണ് അതിൽ ഭൂരിപക്ഷം നേതാക്കളും ഇപ്പോഴും തുടരുന്നത്. ചിലർ വിമത സ്വരമൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പേരും, ഭൂരിപക്ഷം പേരും ആ രീതിയിലുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാഹുലിന്റെ ഈ സ്വഭാവ വൈകൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ പല കോണിൽ നിന്നായി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു, നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കണ്ടമട്ട് നേതൃത്വം സ്വീകരിച്ചില്ല. അതിൽ നടപടി ആ സമയത്ത് സ്വീകരിച്ചില്ല. അത് തന്നെയാണ് ഇത്രത്തോളം കൂടുതൽ പേർ ഇതിൽ ഇരയാക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ശ്രീനിധി.